കേരളത്തിൽ നടന്നിട്ടുള്ള ത്രിതല പഞ്ചായത്തിലേക്കും മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കുമുള്ള 2 ഘട്ടങ്ങളായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പൊതുവെ കേരളത്തിൽ ചെറിയൊരു മുന്നേറ്റം UDF ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിൻ്റെ വോട്ടിങ്ങിൻ്റെ അടിത്തറയിൽ യാതൊരുവിധ വോട്ടവും ഉണ്ടായിട്ടില്ല. അത് പാലക്കാട് ജില്ലയിലെ പൊതുവായി റിസൾട്ട് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ആകെയുള്ള 88 പഞ്ചായത്തിൽ ഞങ്ങൾക്കിപ്പോഴും 50 പഞ്ചായത്തിൽ വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. 50 ഗ്രാമപഞ്ചായത്തുകളിൽ വ്യക്തമായ ഭൂരിപക്ഷം നിൽക്കുന്നുണ്ട്. 8 ഗ്രാമപഞ്ചായത്തുകളിൽ തുല്യശക്തികളാണ്. ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന 18 പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടപ്പോൾ 9 പഞ്ചായത്ത് UDF നിന്ന് ഞങ്ങൾ പിടിച്ചെടുത്തു. UDF ഇപ്പോഴും 30 ഗ്രാമപഞ്ചായത്തുകളാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ 26 ഉണ്ടായിരുന്നു. കേവലം 4 ഗ്രാമപഞ്ചായത്തുകളുടെ വർധനവാണ് അവർക്കുണ്ടായിട്ടുള്ളത്. ഏറ്റവും അപകടകരമായൊരു സാഹചര്യം കാണുന്നത് 2 ഗ്രാമപഞ്ചായത്തുകൾ BJP ലഭിക്കാനിടയായി എന്നുള്ളതാണ്. ഒന്ന് അകത്തേത്തറയും മറ്റൊന്ന് പുതൂരും. ഈ 2 ഗ്രാമപഞ്ചായത്തുകൾ പാലക്കാട് ജില്ലയിൽ BJP പിടിച്ചെടുക്കുകയുണ്ടായി. എന്നാൽ BJP കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റി അവർ 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. വോട്ടിൻ്റെ പാറ്റേൺ പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാകും. 3-ാമത്തെ സ്ഥാനത്തേക്ക് അവർ തള്ളപ്പെട്ടു. അതായത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 43,486 വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചിട്ടുണ്ട്. 53,173 വോട്ടാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചിട്ടുള്ളത്. 37,263 വോട്ടാണ് BJPക്ക്, അതായത് NDA മുന്നണിക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോ ബൈ ഇലക്ഷന്റെ കാര്യം പരിശോധിച്ചാൽ കഴിഞ്ഞ ഒരു വർഷമല്ലേ ആയിട്ടുള്ളൂ ബൈ ഇലക്ഷൻ നടന്നു കഴിഞ്ഞിട്ട്. അതിൻ്റെ റിസൾട്ട് നമുക്ക് പരിശോധിച്ചാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. 37,000 വോട്ടായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, 37,156. 58,052 വോട്ട് UDFനും 39,246 വോട്ട് BJPക്കും ലഭിച്ചിരുന്നു 2024 ബൈ ഇലക്ഷനിൽ. ഇപ്പം അതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അതിൽ നിന്നും വളരെയേറെ മുന്നോട്ട് പോകാൻ പാലക്കാട് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിരിക്കുന്നു. 43,000, 53,000, 37,000 BJP ചുരുങ്ങുകയും അതുപോലെ കോൺഗ്രസിന്റെ വോട്ടിൽ തന്നെ 5,000 വോട്ടിന്റെ ചോർച്ച ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. 58 ഇപ്പോൾ അവർക്ക് 53. BJPക്കാണെങ്കിൽ 39, അത് 37. ആ നിലയിലുള്ള ഒരു മുന്നേറ്റം പാലക്കാട് മണ്ഡലത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 13 ബ്ലോക്ക് പഞ്ചായത്ത്, അതിൽ നിലവിൽ UDFന് 2 ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടായിരുന്നു, മണ്ണാർക്കാടും പട്ടാമ്പിയും. പുതിയതായി അവർക്ക് ലഭിച്ചത് അട്ടപ്പാടിയാണ്. തൃത്താലയിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല. അങ്ങനെ 4 ബ്ലോക്ക് പഞ്ചായത്തിൽ 3 ഒരെണ്ണം അധികമായി ബ്ലോക്ക് പഞ്ചായത്ത് UDF നേടിയപ്പോൾ
9 വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലനിർത്തി. തൃത്താല ഒപ്പത്തിനൊപ്പമാണ് നിൽക്കുന്നത്. അപ്പം അവിടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയൊരു തകർച്ച ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ഇനി ജില്ലാ പഞ്ചായത്ത് പൊതുവെ പരിശോധനയ്ക്കെടുത്താൽ 31 സീറ്റിലെ 19 സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി നിലനിർത്താൻ സാധിച്ചു. 12 സീറ്റുകളിലാണ് ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചിട്ടുള്ളത്. ഇവിടെ ജില്ലാ പഞ്ചായത്തിന്റെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും വോട്ടിന്റെ പാറ്റേൺ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ജില്ലയിൽ ആകെ കിട്ടിയിട്ടുള്ളത് 6,16,000 വോട്ടാണ്. UDF 6,73,000, NDAക്ക് 3,64,000 വോട്ടുകളായിരുന്നു ജില്ലയിൽ. എന്നാൽ ജില്ലാ പഞ്ചായത്ത്, അതായത് മുനിസിപ്പാലിറ്റികൾ ഏതുമില്ലാതെ തന്നെ 6,96,000 വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചിട്ടുണ്ട്. UDF 6,17,000, NDAക്ക് 2,92,000. ഇത് മുനിസിപ്പാലിറ്റികളുടെ 7 മുനിസിപ്പാലിറ്റികളുടെ വോട്ട് കൂട്ടാതെയാണ്. അങ്ങനെ നോക്കിയാൽ ഞങ്ങളുടെ വോട്ട് ഒരു 9 ലക്ഷത്തിൻ്റെ അടുത്ത് മുനിസിപ്പാലിറ്റിയുടെ കൂടി ചേർന്നാൽ ഉണ്ടാവും. അപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ താരതമ്യം ചെയ്താൽ ത്രിതല പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല നിലയ്ക്ക് മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ പാലക്കാട് ജില്ലയ്ക്കകത്ത് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകളും വോട്ടിന്റെ പാറ്റേണും പരിശോധിക്കുമ്പോൾ കിട്ടിയിട്ടുള്ളത്. മറ്റൊന്ന്, ഞങ്ങൾക്ക് ഒരു ചെറിയ പുറകോട്ടടി ഉണ്ടായത് മുനിസിപ്പാലിറ്റികളിലാണ്. കഴിഞ്ഞ തവണ 5 മുനിസിപ്പാലിറ്റി ഉണ്ടായിരുന്നു. ഇത്തവണ അത് 3ആയി ചുരുങ്ങി. ചിറ്റൂരും അതുപോലെ തന്നെ പട്ടാമ്പിയും ഞങ്ങൾക്ക് നഷ്ടമായി. ചെർപ്പളശ്ശേരി നല്ല ഭൂരിപക്ഷത്തോടു കൂടി നിലനിർത്താൻ കഴിഞ്ഞു. ഷൊർണൂരിൽ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 1 സീറ്റ് വർദ്ധിപ്പിച്ചു. ഒറ്റപ്പാലത്ത് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 2 സീറ്റ് വർധനവയോടുകൂടി നിലനിർത്താൻ കഴിഞ്ഞു. അപ്പം നിലവിൽ ഞങ്ങളുടെ LDFന്റെ ശക്തി കേന്ദ്രങ്ങളായ 3 മുനിസിപ്പാലിറ്റികളും അതുപോലെ തന്നെ നിലനിർത്താനും നല്ലതുപോലെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ പുറകോട്ടടി പാലക്കാട് ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടില്ല. ഇതെല്ലാം പരിപൂർണമായും ഞങ്ങൾ മറികടക്കാൻ ഇനിയുള്ള ദിവസങ്ങളിൽ സാധിക്കും. ആ തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പായിട്ട് തന്നെ വലിയ മുന്നേറ്റം ഞങ്ങൾക്ക് എവിടെയൊക്കെയാണോ ഞങ്ങളുടെ വോട്ടിലുണ്ടായിട്ടുള്ള കുറവ്, എന്തുകൊണ്ടാണ് ചില പഞ്ചായത്തുകൾ ഞങ്ങൾക്ക് കൈവിട്ടു പോയത്, ഇതിൻ്റെ കാരണങ്ങളെല്ലാം സൂക്ഷ്മതയോടുകൂടി പരിശോധിച്ച് കണ്ടുപിടിച്ച് തിരുത്തുന്നതിനാവശ്യമായ ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. അത് ജനങ്ങളോട് തുറന്നു പറഞ്ഞ് ഞങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല നിലയ്ക്കുള്ള ഒരു കൂടുതൽ സൗഹൃദം ഉണ്ടാക്കി സ്ഥാപിച്ച് ഈ ചെറിയ പുറകോട്ട് പോക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിനാവശ്യമായ ഇടപെടൽ ഞങ്ങൾ നിർബന്ധമായും ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ പരിശോധന അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് പൊതുവായിട്ട് മാധ്യമങ്ങളോട് സൂചിപ്പിക്കാൻ.